ഇറാൻ എന്ന പശ്ചിമേഷ്യൻ രാജ്യം ഇന്ന് ആഗോള രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്രബിന്ദുവായി മാറിയിരിക്കുകയാണ്. അവിടെ ഉണ്ടാകുന്ന ഓരോ ചെറിയ ചലനങ്ങളും, ആഭ്യന്തര നയങ്ങളിലെ മാറ്റങ്ങളും സൈനിക നീക്കങ്ങളും കേവലം ആ രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവയല്ല. ഇറാൻ്റെ മണ്ണിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സൈനിക അട്ടിമറികളും തന്ത്രപ്രധാനമായ പ്രഖ്യാപനങ്ങളും പശ്ചിമേഷ്യയിലുടനീളം, അതിനപ്പുറം ആഗോളതലത്തിലും അതീവ ഗുരുതരമായ ആഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ഭൂമിശാസ്ത്രപരമായും തന്ത്രപരമായും ഇറാൻ വഹിക്കുന്ന നിർണായക പങ്ക് തന്നെയാണ് ഇതിന് പ്രധാന കാരണം. കഴിഞ്ഞ കുറച്ച് നാളുകളായി അമേരിക്ക ഇസ്രായേൽ സഖ്യവുമായി ഇറാൻ നടത്തുന്ന നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലുകൾ മിഡിൽ ഈസ്റ്റിനെ പൂർണ്ണമായും ഒരു യുദ്ധക്കളമാക്കി മാറ്റിയിട്ടുണ്ട്. ഇറാൻ്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് തങ്ങളുടെ ആയുധബലവും മിസൈൽ ശേഷിയും പരസ്യമായി പ്രദർശിപ്പിക്കാൻ തുടങ്ങിയതോടെ പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന നിഴൽ യുദ്ധങ്ങൾക്ക് വിരാമമായിരിക്കുകയാണ്. ഈ പുതിയ യുദ്ധ സാഹചര്യം ലബനാൻ, സിറിയ, യമൻ, ഇറാഖ് തുടങ്ങിയ അയൽ രാജ്യങ്ങളിലെ സുരക്ഷാ അന്തരീക്ഷത്തെ നേരിട്ട് ബാധിക്കുകയും അവിടങ്ങളിലെ ആഭ്യന്തര സമാധാനം തകിടം മറിയുകയും ചെയ്തിട്ടുണ്ട്. ഇറാൻ്റെ സൈനിക തന്ത്രങ്ങളുടെ ഏറ്റവും വലിയ ശക്തി എന്നത് മേഖലയിലുടനീളം അവർ കെട്ടിപ്പടുത്തിട്ടുള്ള സായുധ ശൃംഖല തന്നെയാണ്. ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്നറിയപ്പെടുന്ന ഈ സഖ്യത്തിൽ ലെബനനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂതികൾ, ഗാസയിലെ ഹമാസ്, ഇറാഖിലെ വിവിധ ഷിയ സായുധ ഗ്രൂപ്പുകൾ എന്നിവർ ഉൾപ്പെടുന്നുണ്ട്. ടെഹ്റാനിൽ നിന്നും ഉണ്ടാകുന്ന സൈനിക നിർദ്ദേശങ്ങൾക്കും രാഷ്ട്രീയ നിലപാടുകൾക്കും അനുസരിച്ചാണ് ഈ സംഘടനകൾ ഒരേ സമയം വിവിധ അതിർത്തികളിൽ ഇസ്രായേലിനും അമേരിക്കൻ താവളങ്ങൾക്കും നേരെ ആക്രമണം അഴിച്ചുവിടുന്നത്. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ ആഭ്യന്തര തീരുമാനങ്ങൾ ഈ ഗ്രൂപ്പുകളെ കൂടുതൽ ശക്തരാക്കുകയോ ദുർബലരാക്കുകയോ ചെയ്യുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ എണ്ണക്കടത്ത് പാതയായ ഹോർമൂസ് കടലിടുക്കിന്മേൽ ഇറാന് പൂർണ്ണമായ നിയന്ത്രണമുണ്ട്. പേർഷ്യൻ ഗൾഫിലൂടെ അന്താരാഷ്ട്ര ക്രൂഡ് ഓയിൽ വിതരണത്തിൻ്റെ വലിയൊരു ശതമാനവും കടന്നുപോകുന്നത് ഇറാൻ്റെ നാവികസേനയുടെ നിരീക്ഷണ പരിധിയിലൂടെയാണ്. ഇവിടെ അമേരിക്കൻ എണ്ണക്കപ്പലുകൾ തടയുന്നതും US ചാരവിമാനങ്ങൾ വെടിവെച്ചിടുന്നതുമായ ഇറാൻ്റെ നീക്കങ്ങൾ അന്താരാഷ്ട്ര വിപണിയെ ഉടനടി ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിൽ ഉണ്ടാകുന്ന നേരിയ അസ്ഥിരത പോലും ആഗോളതലത്തിൽ എണ്ണവില കുതിച്ചുയരാൻ കാരണമാകുന്നു. ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള വികസ്വര രാജ്യങ്ങളുടെ സമ്പദ്വ്യവസ്ഥയ്ക്ക് കനത്ത പ്രഹരമാണ് ഏൽപ്പിക്കുന്നത്. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം അധികാരത്തിൽ തുടരുന്ന പശ്ചാത്തലത്തിൽ ഇറാനുമേലുള്ള സാമ്പത്തിക സൈനിക സമ്മർദ്ദങ്ങൾ അഭൂതപൂർവമായി വർദ്ധിച്ചിട്ടുണ്ട്. ഇറാൻ്റെ സാമ്പത്തിക സ്രോതസ്സുകളെ പൂർണ്ണമായി തളർത്താൻ ലക്ഷ്യമിട്ടുള്ള ഉപരോധങ്ങളാണ് വാഷിങ്ടൺ നടപ്പാക്കുന്നത്. എന്നാൽ ഈ ഉപരോധങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കാൻ ഇറാൻ തയ്യാറാകുന്നില്ല. പകരം തങ്ങളെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താൻ നോക്കിയാൽ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സാന്നിധ്യത്തെയും അവരുടെ സഖ്യകക്ഷികളായ സൗദി അറേബ്യ, UAE തുടങ്ങിയ അറബ് രാജ്യങ്ങളെയും പ്രതിസന്ധിയിലാക്കുമെന്ന കൃത്യമായ സൈനിക സന്ദേശമാണ് ഇറാൻ നൽകുന്നത്. ഈ സാഹചര്യം പശ്ചിമേഷ്യയിലെ മറ്റ് പ്രമുഖ അറബ് രാജ്യങ്ങളെ കടുത്ത ആശയക്കുഴപ്പത്തിലും ഭീതിയിലും ആഴ്ത്തിയിട്ടുണ്ട്. ഇറാൻ്റെ അതിർത്തികളിൽ നിന്നും ഉയരുന്ന മിസൈലുകളും ഡ്രോണുകളും തങ്ങളുടെ വ്യവസായ കേന്ദ്രങ്ങൾക്കും എണ്ണപ്പാടങ്ങൾക്കും ഭീഷണിയാകുമോ എന്ന് സൗദി അറേബ്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ഭയപ്പെടുന്നുണ്ട്. ഇറാനും ഇസ്രായേലും തമ്മിൽ ഒരു സമ്പൂർണ്ണ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അത് തങ്ങളുടെ സാമ്പത്തിക പുരോഗതിയെയും വിനോദസഞ്ചാര മേഖലയെയും പൂർണ്ണമായി തകർക്കുമെന്ന് ഈ രാജ്യങ്ങൾക്കറിയാം. അതിനാൽ തന്നെ അവർ അമേരിക്കയോടൊപ്പം നിൽക്കുമ്പോഴും ഇറാനുമായി അണിയറയിൽ നയതന്ത്ര ചർച്ചകൾ സജീവമാക്കാൻ നിർബന്ധിതരാകുന്നുണ്ട്. ഇറാൻ്റെ തന്ത്രപ്രധാനമായ നീക്കങ്ങൾ വെറുമൊരു പ്രാദേശിക പ്രശ്നമല്ലെന്ന് തെളിയിക്കുന്നതാണ് റഷ്യ, ചൈന തുടങ്ങിയ ആഗോള വൻശക്തികളുമായി അവർ സ്ഥാപിച്ചിട്ടുള്ള പുതിയ സഖ്യങ്ങൾ. അമേരിക്കയുടെ ഉപരോധങ്ങളെ മറികടക്കാൻ ചൈനയ്ക്ക് വൻതോതിൽ എണ്ണ വിൽക്കാനും റഷ്യയുമായി അത്യാധുനിക സൈനിക സുരക്ഷാ കരാറുകളിൽ ഏർപ്പെടാനും ഇറാന് സാധിച്ചിട്ടുണ്ട്. യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയ്ക്ക് ആവശ്യമായ ഡ്രോണുകളും ആയുധങ്ങളും ഇറാൻ നൽകുന്നുണ്ടെന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ ആരോപണം ഈ ആഗോള സഖ്യത്തിൻ്റെ ആഴം വ്യക്തമാക്കുന്നതാണ്. ഇത് ആഗോള രാഷ്ട്രത്തെ പാശ്ചാത്യ ചേരിയെന്നും പൗരസ്ത്യ ചേരിയെന്നും രണ്ടായി വിഭജിക്കാൻ കാരണമായി. യൂറോപ്യൻ യൂണിയൻ്റെ സുരക്ഷാ നയങ്ങളെയും ഇറാൻ്റെ നിലവിലെ അവസ്ഥ സ്വാധീനിക്കുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിൽ ഒരു വലിയ യുദ്ധമുണ്ടായാൽ അത് യൂറോപ്പിലേക്ക് വൻതോതിലുള്ള അഭയാർത്ഥി പ്രവാഹത്തിന് കാരണമാകുമെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ഭയപ്പെടുന്നു. കൂടാതെ ഇറാൻ്റെ ആണവ പദ്ധതികൾ കൂടുതൽ വേഗത്തിൽ മുന്നോട്ട് നീങ്ങുന്നത് യൂറോപ്യൻ നഗരങ്ങളെ നേരിട്ട് ഇറാൻ്റെ മിസൈൽ പരിധിയിൽ എത്തിക്കുമെന്ന ആശങ്കയും അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്ക കടുത്ത നിലപാട് സ്വീകരിക്കുമ്പോൾ പോലും ഇറാനുമായുള്ള നയതന്ത്ര വാതിലുകൾ പൂർണ്ണമായി കൊട്ടിയടയ്ക്കാൻ യൂറോപ്യൻ ശക്തികൾ തയ്യാറാകുന്നില്ല. ഇറാൻ്റെ മണ്ണിൽ നിന്ന് നടക്കുന്ന സംഭവങ്ങൾ ആഗോള വിപണി ശൃംഖലയെയും ബാധിച്ചിട്ടുണ്ട്. യമനിലെ ഹൂതികൾ ഇറാൻ്റെ പിന്തുണയോടെ ചെങ്കടലിൽ നടത്തുന്ന കപ്പൽ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര വ്യാപാരത്തെ കഠിനമായി ബാധിച്ചു.
സൂയസ് കനാൽ വഴിയുള്ള സർവീസുകൾ ഒഴിവാക്കി ആഫ്രിക്കൻ ഭൂഖണ്ഡം ചുറ്റി സഞ്ചരിക്കാൻ അന്താരാഷ്ട്ര കപ്പൽ കമ്പനികൾ നിർബന്ധിതരായതോടെ ചരക്കുകൂലി വർദ്ധിക്കുകയും അത് ലോകമെമ്പാടും പണപ്പെരുപ്പത്തിന് കാരണമാവുകയും ചെയ്തു. പേർഷ്യൻ ഗൾഫിലെ ഇറാന്റെ നേരിട്ടുള്ള നീക്കങ്ങൾ ചെങ്കടലിലെ ഈ പ്രതിസന്ധിയെ ഇനിയും ഇരട്ടിയാക്കുകയും ചെയ്യും. ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഭരണകൂടം സ്വീകരിക്കുന്ന തീവ്രമായ നിലപാടുകൾ ആഗോളതലത്തിലുള്ള ഇസ്ലാമിക രാഷ്ട്രീയത്തെയും സ്വാധീനിക്കുന്നുണ്ട്. പാശ്ചാത്യ അധിനിവേശങ്ങൾക്കെതിരെയും ഇസ്രായേലിന്റെ പലസ്തീൻ നയങ്ങൾക്കെതിരെയും ലോകത്തിലെ ഏറ്റവും ശക്തമായ ശബ്ദമായി മാറാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. ഇത് മുസ്ലിം ലോകത്ത് ഇറാന്റെയും അവർ പ്രതിനിധീകരിക്കുന്ന പ്രതിരോധ ചേരിയുടെയും സ്വാധീനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയാണ് ചെയ്യുക. സൗദി അറേബ്യയുടെ പരമ്പരാഗത നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ആഗോള ഇസ്ലാമിക സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് വരാൻ ഇറാൻ ഈ അവസരം ഉപയോഗിച്ചിട്ടുണ്ട്. ഇറാന്റെ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ പൂർണ്ണമായും വഴിമുട്ടിയ അവസ്ഥയിലാണ്. മുൻപുണ്ടായിരുന്ന അന്താരാഷ്ട്ര ആണവ കരാറുകളിൽ നിന്നും അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറിയതോടെ ഇറാൻ തങ്ങളുടെ യുറേനിയം സമ്പുഷ്ടീകരണം അതീവ മാരകമായ ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇറാൻ ഒരു ആണവായുധ രാജ്യമായി പ്രഖ്യാപിക്കപ്പെട്ടാൽ അത് മിഡിൽ ഈസ്റ്റിൽ ഒരു പുതിയ ആണവ ആയുധ മത്സരത്തിന് തുടക്കമിടും. സൗദി അറേബ്യയും തുർക്കിയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സ്വന്തമായി ആണവായുധങ്ങൾ നിർമ്മിക്കാൻ തുനിയുന്നത് ലോകത്തെ ഇനിയും വലിയൊരു വിനാശത്തിലേക്കായിരിക്കും നയിക്കുക. ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ മറ്റ് പ്രധാന ശക്തികളായ ഇന്ത്യയും പാകിസ്ഥാനും ഇറാന്റെ ഈ പുതിയ അവസ്ഥയെ അതീവ ജാഗ്രതയോടെയാണ് കാണുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മധ്യേഷ്യയിലേക്കും റഷ്യയിലേക്കും വ്യാപാരപാതയൊരുക്കുന്ന ഇറാന്റെ ചാബഹാർ തുറമുഖം അതീവ പ്രധാനമാണ്. എന്നാൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം ചാബഹാർ പദ്ധതിയുടെ പുരോഗതിയെ ബാധിക്കുകയാണ് ചെയ്യുക. അന്താരാഷ്ട്ര നയതന്ത്ര വേദികളായ ഐക്യരാഷ്ട്രസഭയും സുരക്ഷാ സമിതിയും ഇറാന്റെ വിഷയത്തിൽ പൂർണ്ണമായും നിശ്ചലമായ അവസ്ഥയിലാണ്. റഷ്യയും ചൈനയും തങ്ങളുടെ വീറ്റോ അധികാരം ഉപയോഗിച്ച് ഇറാനെതിരെയുള്ള US നീക്കങ്ങളെ എപ്പോഴും തടയുന്നുണ്ട്. ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെയും ആഗോള ഭരണ സംവിധാനങ്ങളുടെയും ദൗർബല്യമാണ് തുറന്നു കാട്ടുന്നത്. ആഗോള സമാധാനം നിലനിർത്താൻ രൂപീകരിച്ച ഇത്തരം സംഘടനകൾക്ക് വൻശക്തികളുടെ ഈ നിഴൽ യുദ്ധങ്ങൾക്ക് മുന്നിൽ ഒന്നും ചെയ്യാനും സാധിക്കുന്നില്ല. ഇറാന്റെ ഭൂഗർഭ മിസൈൽ നഗരങ്ങളുടെയും അത്യാധുനിക റഡാർ സംവിധാനങ്ങളുടെയും സാന്നിധ്യം പാശ്ചാത്യ സാങ്കേതിക വിദ്യയുടെ മേധാവിത്വത്തെ പോലും ചോദ്യം ചെയ്യുന്നതാണ്. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആയുധങ്ങൾ ഉപയോഗിച്ച് അമേരിക്കൻ ഡ്രോണുകളെ വെടിവെച്ചിടാൻ ഇറാന് കഴിയുന്നത് മറ്റ് ചെറുകിട രാജ്യങ്ങൾക്കും പാശ്ചാത്യ വിരുദ്ധ ശക്തികൾക്കും പുതിയൊരു പ്രതിരോധ മാതൃക നൽകിയിരിക്കുകയാണ്. ഇത് ഭാവിയിൽ ആഗോളതലത്തിൽ ഒളിപ്പോരുകളും സൈനിക അട്ടിമറികളും വർദ്ധിക്കാൻ കാരണമായേക്കും. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലെ ആസാദി സ്ക്വയറിൽ മുഴങ്ങുന്ന ഓരോ മുദ്രാവാക്യവും ഇറാന്റെ അതിർത്തികളിൽ നിന്നും ഉയർന്ന ഓരോ മിസൈലുകളും ആഗോള രാഷ്ട്രീയ ഭൂപടത്തെ മാറ്റിമറിക്കാൻ പോന്നവയാണ്. വാഷിംഗ്ടൺ മുതൽ ബീജിംഗ് വരെയുള്ള വൻശക്തികളുടെ വിദേശ നയങ്ങളെയും ആഗോള വിപണിയുടെ ചലനങ്ങളെയും ഇന്ന് ഇറാൻ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇറാന്റെ മണ്ണിൽ ഇന്ന് എന്ത് സംഭവിക്കുന്നു എന്നത് കേവലം ഒരു പ്രാദേശിക വാർത്തയല്ല, മറിച്ച് അത് ലോകത്തിന്റെ മുഴുവൻ ഭാവി സുരക്ഷയെയും സമാധാനത്തെയും നിർണ്ണയിക്കുന്ന ഏറ്റവും വലിയ അന്താരാഷ്ട്ര യാഥാർത്ഥ്യമായാണ് വിലയിരുത്തപ്പെടുന്നത്.